രാജമോഹൻജി, വയനാട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പഴശ്ശിരാജയുടെയും തലക്കൽ ചന്തു അടക്കമുള്ള നീലി അടക്കമുള്ള വനിതാ രത്നങ്ങളുടെയും ഒക്കെ ആ ഒരു പോരാട്ട വീര്യത്തെ കുറിച്ചാണ് നമ്മുടെ ഓർമ്മയിലേക്ക് വരിക. ഇത് കരയുന്ന കുട്ടിക്ക് പാലുള്ളത് നമ്മൾക്കറിയാം. 2018 പ്രളയത്തിൽ സംഭവിച്ചവർക്ക് പോലും ദുരിതാശ്വാസം നൽകാത്ത ഒരു സർക്കാർ വീണ്ടും ഭരിക്കുന്നു. ഇവിടെ മൂക്കും ക്ഷമിക്കണം, അതാ പ്രാസൊപ്പിച്ച് വന്നതാണ്. ഇതൊക്കെ നോക്കി വോട്ട് കുത്തിയ വലിയൊരു ജനതയാണ് വയനാട്ടിലുള്ളത്. ഈ കരയുന്ന കുട്ടി, ഇന്നിപ്പോൾ ഇവിടെ ഒരു കമന്റ് വന്നത് ഞാൻ ഇവിടെ വായിക്കാം. അദാനിയുടെയും അംബാനിയുടെയും കടം എഴുതി തള്ളിയ കേന്ദ്രത്തിന് എന്തുകൊണ്ട് ഈ പാവങ്ങളുടെ ഈ കടം എഴുതി തള്ളിക്കൂടെ എന്ന് ഒരു മുസ്ലിം നാമധാരിയാണ് ചോദിച്ചിരിക്കുന്നത്. ഈ മുസ്ലിം നാമധാരികളുടെ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് ഈ മൂക്കും മുടിയും മൂകളൊക്കെ പ്രാസമൊപ്പിച്ച് വരുന്ന ഒരു സ്ത്രീയെ ജയിപ്പിച്ച വഴി എന്താണ് നേട്ടം കിട്ടിയത് വലിയൊരു ചോദ്യമുണ്ട്. അപ്പൊ നിങ്ങളുടെ എന്താണ് ഇനി വരാനിരിക്കുന്ന പോരാട്ടം, അതുകൂടെ ഒന്ന് കൂട്ടിച്ചേർക്കാമോ? കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അതിലെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയുടെ വിശദ വിവരങ്ങൾ അറിയേണ്ടവർക്ക് നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ ആദ്യ കമന്റ് ആയിട്ട് അത് പിൻ ചെയ്ത് വെക്കുന്നതാണ്. അത് എല്ലാ മാന്യ പ്രേക്ഷകരും കാണേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, ഇവിടെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടന, മുസ്ലിം ഭീകര സംഘടന, ആ ഭീകര സംഘടനയും SDP-യുമായി ചേർന്നുകൊണ്ട് നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ കള്ളക്കേസിൽ കുരുക്കിയതാണ് വിഷയം. അപ്പൊ അത് വിശദമായിട്ട് ഞാൻ മുൻപൊരു വീഡിയോയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് പോയി കാണുക. എന്നിട്ട് ആ പയ്യനെ സഹായിക്കാൻ വേണ്ടി നമ്മളൊരു നിയമസഹായ വേദി എന്നുള്ള രീതിയിൽ നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഗിൾ പേ നമ്പർ, എല്ലാ UPI ട്രാൻസാക്ഷനും ഈ 2 നമ്പറുകളിലേക്ക് ചെയ്യാം. ഇനി UPI ട്രാൻസാക്ഷൻ അല്ല, അക്കൗണ്ട് ത്രൂ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അക്കൗണ്ട് വിവരങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ അതിലേക്ക് നിങ്ങൾ ചെയ്യുക. അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് താൽക്കാലികമായിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നിയമസഹായ വേദിയാണ്. ഇനി അതിനൊരു ലീഗൽ ഫോമിലേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഒരുപാട് സഹോദരങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇതിലേക്ക് എല്ലാവരും സഹായം ചെയ്യുക. ആ വ്യക്തിയുടെ എന്താണ് കേസ്, എല്ലാ വിശദ വിവരങ്ങളും ഇന്നലെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ആദ്യ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ സമരം ദുരിതബാധിതരെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം പുനരധിവാസം വേഗത്തിലാക്കുക, അതുപോലെ തന്നെ ഞങ്ങള് കടങ്ങൾ എഴുതി തള്ളുക, ഇതാണ് ഞങ്ങളുടെ പ്രധാനമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. കടങ്ങൾ എഴുതി, അപ്പൊ അതിനിടയിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് നമുക്ക് പറയാൻ, ഒരുപാട് വിഷയങ്ങൾ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ്, ഇനിയും 40 പേരോളം എവിടെയാണ് അവരെന്നും പോലും അറിയില്ല, തിരിച്ചറിയില്ല. DNA ഇപ്പൊ 47 പേരായിരുന്നു തിരിച്ചറിയാനുള്ളത്. 4 പേരെയും കൂടി തിരിച്ചറിയാൻ 43 പേരെ ഇനിയും തിരിച്ചറിയാനുണ്ട്. അവർക്ക് മരണ സർട്ടിഫിക്കറ്റ്, അത് തിരയൽ നിർത്തി, ഈ മൃതദേഹങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നിർത്തി. പക്ഷെ ഇവരുടെ ഈ മരണപ്പെട്ടു എന്ന് കരുതുന്ന, നമുക്കറിയാതെ അവരൊക്കെ മരണപ്പെട്ടതാണ് ഈ 43 പേര്. അവരുടെ ബാക്കിയുള്ള ജീവിച്ചിരിപ്പുള്ള ആളുകൾക്ക് ധനസഹായം കിട്ടണം. നമുക്കറിയാം 8 ലക്ഷം രൂപയാണ് ധനസഹായമായിട്ട് ഒരു മരണപ്പെട്ട ആൾക്ക് കിട്ടുന്നത്. 4 ലക്ഷം രൂപ SDRFിൽ നിന്നും 2 ലക്ഷം രൂപ CMDRFിൽ നിന്നും പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയാണ്, 8 ലക്ഷം രൂപയാണ്. 6 ലക്ഷം കേന്ദ്രവും 2 ലക്ഷം സംസ്ഥാന സർക്കാരാണ് അത് പ്രകാരം കൊടുക്കുന്നത്. ആ പണം കിട്ടുന്നില്ല പലർക്കും. അത് കിട്ടണമെങ്കിൽ മരണ സർട്ടിഫിക്കറ്റ് വേണം. ഇതിൽ മറ്റൊരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ആള് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാളുടെ 2 പേര് മരണപ്പെട്ടു, അതില് ഒരാളുടെ അവകാശിയാണ്. അപ്പൊ ഈ 2 പേര്, ഒരാളുടെ മരണം തിരിച്ചറിഞ്ഞു, ഒരാൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ അവകാശികൾക്ക് ഈ ധനസഹായം കിട്ടില്ല. കാരണം അയാള് മരിച്ചു, അയാൾ അവകാശിയാണ്, അയാൾ ജീവിച്ചിരിപ്പില്ല എന്ന് തെളിയിക്കണം. ജീവിച്ചിരിപ്പില്ല എന്ന് തെളിയിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടണം. ഗവൺമെന്റ് ഡെത്ത് സർട്ടിഫിക്കറ്റ് പുത്തുമലയിൽ അങ്ങനെ ഒരു നോട്ടിഫിക്കേഷനിലൂടെ, ഒരു ജിയോയിലൂടെ അങ്ങനെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്തിരുന്നു. ഇവിടെ ഇതുവരെയും അതിനൊരു തീരുമാനമായിട്ടില്ല. പലപ്പോഴും പല കാര്യങ്ങളിലും ഞാനൊക്കെ അറിഞ്ഞത് ഈ വേണ്ടപ്പെട്ടവർക്കുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ പോലും ഈ മരണ സർട്ടിഫിക്കറ്റും മരണം DNA വരെ തിരുത്തുന്ന രീതിയിലേക്കുള്ള നിലപാടുകൾ സ്വീകരിച്ചു എന്നൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയില്ല, വാമൊഴികളാണ്. ഈ വലിയ ഇടപെടലുകൾ വേണ്ടിയിരിക്കുന്നു. ഞങ്ങളെപ്പോലെ സഹായമായിട്ടുള്ള മനുഷ്യര് ഇതുപോലുള്ള കർമ്മസമിതികൾ രൂപീകരിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇത്രയെങ്കിലും ഈ സമൂഹത്തോട് ഇവര് പ്രതിബദ്ധത കാണിക്കുന്നത്. ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പറയാണ്, ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഈ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുന്നതിൽ അമ്പേ പരാജയമാണ്. അവർക്ക് കേവല രാഷ്ട്രീയ വിഷയം മാത്രമാണ് ഈ ദുരന്തം എന്നുള്ളത്. ഒരു മനുഷ്യരായി ഈ ആളുകളെ കാണാൻ അവർ തയ്യാറാകണം. ഇന്ന് ഞാൻ നാളെ നീ എന്നാണ്. ഇന്ന് ഞങ്ങൾക്ക് സംഭവിച്ചാൽ നാളെ ആർക്കും ഇത് സംഭവിക്കാം. ഓക്കെ, ജയസൂര്യൻ സാർ, എന്തെങ്കിലും വിട്ടുപോയത് കൂട്ടിച്ചേർക്കാനുണ്ടോ? നമ്മുടെ മുടിയും മൂക്കും ഒക്കെ ഉള്ള ഒരു സ്ത്രീ രാഷ്ട്രീയം കൂടെ പറയേണ്ടതുണ്ട് ഇതില്. ജസ്റ്റ് അല്ല, ഇതില് ശരിക്കും പണം ഇവിടെ ഉണ്ട്, പണം കേന്ദ്രം കൊടുത്തിട്ടുണ്ട്. ഇനി ആ കൊടുത്ത പണം എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? സത്യത്തിൽ അവിടുത്തെ MP, അവിടുത്തെ MLA
സംസ്ഥാന സർക്കാരിന്റെ കയ്യിലിരിക്കുന്ന 1180 കോടി രൂപയിൽ ഒരു പൈസ പോലും ദുരിതബാധിതർക്ക് കൊടുക്കാത്തത് എന്ത് എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് നിയമസഭയിലും പാർലമെന്റിലും സംസാരിക്കാൻ തയ്യാറുണ്ടോ? ജനങ്ങളോട് തുറന്നു സംസാരിക്കാൻ തയ്യാറുണ്ടോ? പണം ഇല്ല എന്നൊരു പ്രശ്നമില്ല. പ്രധാനമന്ത്രി വന്നപ്പോൾ പറഞ്ഞു ഇവിടെ പണം ഒരു പ്രശ്നമാവില്ല. പണം ഉണ്ട് താനും, പണം കൊടുത്തിട്ടുമുണ്ട്. ആ കൊടുത്ത പണം എടുക്കാത്തത് എന്ത്? അതാണ് ഇവിടുത്തെ ജനങ്ങളും ജനപ്രതിനിധികളും ചോദിക്കേണ്ടത്. അത് MLA ആണെങ്കിലും MP ആണെങ്കിലും മന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രി ആണെങ്കിലും ആ ചോദ്യത്തിനാണ് മറുപടി തരേണ്ടത്. അതുകൊണ്ട് ജനപ്രതിനിധികൾ ഇക്കാര്യത്തിൽ മൗനം വെടിയണം, ആരോപണം വെടിയണം, കാര്യങ്ങളിലേക്ക് കടക്കണം. കേന്ദ്രം കൊടുത്ത പണമെങ്കിലും ജനങ്ങൾക്ക് കൊടുക്കണം എന്നാണ് എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്. ഞാൻ ഷാജിമോൻജി ഇത് പറഞ്ഞത് കൊണ്ട് ശ്രുതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ വലിയ ആ ഒരു പ്രചാരണം കിട്ടിയത് കൊണ്ട് തന്നെ ആ കുട്ടിയുടെ കാര്യങ്ങൾ സർക്കാർ ഏറ്റെടുത്തത് കൊണ്ട് തന്നെ പറയാണ്. ഷാജിമോൻ ചൂരൽമല അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ അങ്ങനെയാണ് വരുന്നത്, ഷാജിമോൻ ചൂരൽമല. അദ്ദേഹത്തിന്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, വ്യൂ പോയിന്റ് മീഡിയ. അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ ചിലപ്പോൾ കിട്ടേണ്ടാവില്ല, ഒരു കുഞ്ഞു ചാനലാണ്. അപ്പൊ ആ ചാനൽ ലിങ്ക് ഞാൻ ഈ വീഡിയോ കഴിഞ്ഞ ഈ ലൈവ് സെഷൻ കഴിഞ്ഞാൽ ആദ്യം കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അത് വലിയൊരു ഉത്തരവാദിത്തമാണ് നമ്മൾ ഷാജിമോൻ ചേട്ടനെ ഏൽപ്പിക്കുന്നത്. ഈ 14 കുട്ടികളുടെ വീഡിയോ ഓരോരുത്തരുടെ വീഡിയോ ആയിട്ട് മാന്യ പ്രേക്ഷകരെ പരിചയപ്പെടുത്തണം എന്നുള്ള വലിയൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ചാനലിന്റെ ഈ ലിങ്ക് ഇവിടെ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നത്. അത് കാണാൻ നമ്മുടെ ന്യൂസ് കഫേയിലുള്ള മാന്യ പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ട്. അത് ചെയ്യണമെന്ന് വലിയൊരു അപേക്ഷ വെക്കുകയാണ്. കാരണം ശ്രുതി എന്ന് പറയുന്ന ആ കുട്ടിയുടെ അതേ അവകാശങ്ങളും അധികാരങ്ങളും സ്വാതന്ത്ര്യവും എല്ലാം ലഭിക്കേണ്ട മറ്റു കുട്ടികൾക്ക് കൂടി ആ പ്രയോജനം കിട്ടേണ്ടതുണ്ട്. അല്ലാതെ ഒരു കുട്ടിക്ക് മാത്രം കിട്ടുമ്പോൾ അത് ന്യായമില്ലല്ലോ. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഗംഭീരമായിട്ട് ഇതിൽ അധികം ഒന്നും പറയാനില്ല. കാരണം ആളോഹരി 1 കോടി വെച്ച് കൊടുത്താൽ പോലും 150-ൽ പരം കോടി പിണറായി വിജയന്റെ ഖജനാവിൽ ബാക്കിയാവുമെന്നിരിക്കാം. കേന്ദ്രം കൃത്യമായിട്ട് കൊടുത്ത ആ ഫണ്ടൊന്നും ഉപയോഗിക്കാതിരിക്കാം. ഈ പറയുന്ന വെറും 18 കോടി ഉണ്ടെങ്കിൽ ആ ദുരന്ത ബാധിതരുടെ ഈ ബാങ്ക് കടങ്ങളും മറ്റൊരുപാട് ബാധ്യതകളും എഴുതി തള്ളാൻ വേണ്ടിയും സർക്കാരിന് നേരിട്ട് വെറും 18 കോടി കൊടുത്താൽ മതി എന്നിരിക്കാം. ഇത്ര കണക്കിന് ആയിരക്കണക്കിന് കോടി കൈവശം വെച്ചിരിക്കുന്ന ഇതിനെ ചോദിക്കാനും പറയാനും ആളില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. കാരണം ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ആ മുന്നണിയുടെ ഘടക കക്ഷികളായിട്ടുള്ള ഈ പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും ഈ കോൺഗ്രസ് പാർട്ടി ആയാലും അത് ലോക്സഭയിലോ അതല്ലെങ്കിൽ ഈ പറയുന്ന നിയമസഭയിലോ ചോദിക്കാനും പറയാനും ആളില്ലാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. പ്രിയങ്ക വദ്ര എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ആദ്യ കന്നി പ്രസംഗം എന്ന് പറഞ്ഞ് വാഴ്ത്തുന്ന മാധ്യമങ്ങൾ പോലും ചോദിക്കുന്നില്ല. എന്തുകൊണ്ട് വയനാടിനെ കുറിച്ച് ലോക്സഭയിൽ ഒരു ചോദ്യം പോലും ചോദിച്ചില്ല എന്നുള്ളത് പറയുന്നില്ല. ഈ നിയമസഭയിൽ എന്തുകൊണ്ട് വയനാടിനെ കുറിച്ച് UDFന്റെ MLA-മാർ ചോദിക്കുന്നില്ല എന്ന് ഒരിക്കലും ഒരു മാധ്യമവും ചോദിക്കുന്നില്ല. അത്തരത്തിലാണ് നമ്മുടെ പോലെയുള്ള കുഞ്ഞു ചാനലുകാരുടെ ഈ ഉദ്യമത്തിന്റെ പ്രാധാന്യമേറുന്നത് എന്ന് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. എന്തായാലും ജയസൂര്യൻ സാറായാലും അതുപോലെ ഷാജിമോൻജി ആയാലും കൃത്യമായിട്ട് വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു എന്ന വിശ്വാസത്തോടെ തന്നെ ഇനിയും വയനാടിന് വേണ്ടി നമ്മൾ ഉച്ചത്തിൽ ശബ്ദിക്കുമെന്ന വാക്കോടുകൂടി തന്നെ ആ വയനാടിന്റെ നമ്മുടെ സഹോദരങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് തന്നെ മാന്യ അതിഥികളുടെ പെർമിഷനോടുകൂടി തൽക്കാലം ഈ സെഷൻ അവിടെ അവസാനിപ്പിക്കാം. ഷാജിമോൻജിയെ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും ആ 14 പേരെ കൂടി പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തണം. അങ്ങയുടെ വ്യൂ പോയിന്റ് മീഡിയ എന്ന് പറയുന്ന ചാനലിന്റെ ആ ലിങ്ക് ആദ്യ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയോടെ തന്നെ തൽക്കാലം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.